നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കണം. പോലീസ് പണി വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ. അതിന്റെ സ്ട്രെസ്സും വീട്ടിലെ പ്രശ്നങ്ങളും കാരണം അവൾ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും ഡ്രൈവർമാരെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് കൊന്നാലും മതി. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ. സഞ്ജു, ഇത് വേണ്ട പ്രശ്നമാവും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. നീ എല്ലാം കേട്ട് കാണുമല്ലേ? മോളെ, ഇവനോട് ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന് പറ. അപ്പോ നീ മഞ്ജുവിനെ കൊന്ന് കെട്ടിത്തൂക്കാൻ പോവാണോ? അതെ. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ ജനിച്ചത് തന്നെ നിന്നെ എതിർക്കാനാണെന്നാ എന്റെ ഒരു വിശ്വാസം. അപ്പോ ഇതിനെക്കുറിച്ച് ഗിരിയോട് പറഞ്ഞ് പാര വെക്കാനായിരിക്കും നിന്റെ പരിപാടി? അല്ല, ഈ കാര്യത്തില് ഞാൻ നിന്റെ കൂടെയാ. മഞ്ജു തീരണം. അവളാണ് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെ ഒഴിവാക്കിയ നമ്മൾ രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കാം. എന്താ മോളെ ഇത്? നീയും അവനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോ? എനിക്ക് ചാച്ചു പറയുന്ന പാരവെപ്പും കുശുമ്പ് പറച്ചിലും ഒക്കെ ചെയ്ത് മതിയായി. ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മഞ്ജു ജീവനോടെ ഉണ്ടാകരുത്. അതിന് എന്ത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. കാലക്കി, ഇപ്പോഴാണ് നീ എന്റെ അനിയത്തെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. നമുക്ക് കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം. വാ. എന്താലോചിക്കാ മോനെ, കഴിക്കേ. എത്ര നാളായി നിനക്ക് എന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി വിളമ്പി തന്നിട്ട്. അത് പിന്നെ മഞ്ജു അടുക്കള ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഭാനുമ്മയ്ക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ ദയവായിട്ടാ ഭാനുമ്മയ്ക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി തന്നത്. എന്നാലും മഞ്ജുന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ. ഗിരിയേട്ടൻ കെട്ട് നിറയ്ക്കുമ്പോ അവക്ക് മാത്രം ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. കൃത്യം ഈ ദിവസം നോക്കി തന്നെ അവക്ക് മാറി നിൽക്കേണ്ടി വന്നു. അത് പറയുമ്പോ നീ എന്തിനാ ചിരിക്കുന്നേ? വീട്ടിലെ ഇത്രയും പ്രധാനമായ ഒരു ചടങ്ങ് നടക്കുമ്പോ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോ അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിച്ചുകൂടെ? നീ ഒരു പെണ്ണല്ലേ. മാനസികമായും ശാരീരികമായും കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവളെ നമ്മൾ ശരിക്കും പറഞ്ഞാ ഇവിടുന്ന് പുറത്താക്കുക ചെയ്തത്. പക്ഷേ അതെല്ലാം അവള് സഹിക്കാൻ തയ്യാറായത് ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാ. അതിനവളെ തലേ കയറ്റി വെച്ച് നടക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കളിയാക്കി ചിരിക്കാതിരുന്നൂടെ? അല്ലെങ്കിൽ നിനക്ക് ഈയിടെ ആയിട്ട് മഞ്ജുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം കൂടുന്നുണ്ട്. ഗിരി നിന്നെ അടിക്കില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കും നീ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവൻ തരാനുള്ള അടി ഞാൻ തരും. എനിക്ക് നീയും മഞ്ജു ഒരുപോലെയാ. സത്യം പറയാലോ, ഈ വീട്ടിൽ നിന്ന് മഞ്ജു ഇറങ്ങിപ്പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഭാനുമ്മയ്ക്കായിരുന്നു. സങ്കടം ഉണ്ടാവാതിരിക്കോ? ഈ കുടുംബത്തിന് വേണ്ടിയും ഗിരിക്ക് വേണ്ടിയും എന്തുമാത്രം അവളെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഗിരിയുടെയും മഞ്ജുവിന്റെയും ബന്ധം
ജീവിതകാലം മുഴുവൻ തുടരാൻ ഞാൻ പൂജ നടത്തിയത്. ശ്ശോ, കണ്ടോ? അതെ, ഇപ്പൊ ഗിരിയേട്ടനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ നന്നാവാൻ കാരണം അമ്മ അടുത്ത പൂജ തന്നെയാ. എന്താ സംശയം? മോനെ മുഴുവൻ കഴിക്കും മോനെ. എനിക്ക് വിശപ്പില്ലമ്മേ. ബാനുമ്മേ, അവന് ബാനുമ്മ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടു കാണില്ല. മഞ്ജുവിന്റെ ഭക്ഷണം കഴിച്ച് ശീലിച്ചതല്ലേ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മനുഷ്യനെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂലേ? അപ്പോഴും ചെവിക്കകത്ത് കയറിയിരുന്ന് പാരം പരദോഷമൊക്കെ പറയണോ അല്ലേ? അതെ, മലയ്ക്ക് പോകുന്ന ആളുടെ കുടുംബം വ്രതം അനുഷ്ഠിക്കുന്ന പതിവാ. അതിനെ സസ്യാഹാരം മാത്രം കഴിച്ചു നടന്നാ പോരാ. മനസ്സിൽ പോലും ഇങ്ങനെയുള്ള ചീത്ത ചിന്തകൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. കുഞ്ഞാറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് പോലും ആരെ കുറിച്ചെങ്കിലും മോശം ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ളവരോടെങ്കിലും പങ്കുവെക്കാതിരുന്നൂടെ? ബാനുമ്മേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നിനക്ക് പരദോഷം പറയുന്നതേ കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ സംസാരം കേട്ടതുകൊണ്ട് മാത്രാ ഗിരി മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയത്. പിന്നെ പാചകം നന്നാവാത്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വെച്ചോളാന്ന്. എന്റെ അമ്മ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എടാ, എങ്ങനെയാടാ ഒരാൾക്ക് ഇത്രയും മാറാൻ കഴിയുക? എടാ, നീ അമ്മയുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. സ്വന്തം ഭർത്താവിനെ കൊന്നുവെന്ന് വിശ്വസിക്കുന്ന ആളുടെ മകളെയാ നീ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത്. ഇപ്പോഴും ആ യാഥാർത്ഥ്യം അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എടാ, നിനക്ക് എന്നെ മഞ്ജുവിനോട് സ്നേഹം തോന്നാൻ എത്ര നാളെടുത്തു? അമ്മയ്ക്കും അതുപോലെ തന്നെ സമയമെടുക്കും. അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിക്കയറ്റാൻ സ്വപ്നെ കുഞ്ഞാറ്റുള്ളതാണ് ഇവിടെ ആകെയുള്ള പ്രശ്നം. അവരെ വരച്ച വരയിൽ നിർത്തിയാലേ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ കഴിയും. ശബരിമലയിൽ പോയി തിരിച്ചു വന്ന ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും. ഈ വീട്ടിൽ ആർക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമയമാവട്ടെ.